പ്രബലാമണി ഏറ്റവും പ്രബലയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിക്കുകയാണ്. ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. വെരി ഗുഡ്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്നൊരു ഹാപ്പി ഡേ ആയിരിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു അമ്മയ്ക്ക് ഒരു ആദരവ് കൊടുക്കുന്നത്. എന്താണ് അമ്മ ആദരവ് കിട്ടാനുള്ള കാരണം? ഞാൻ കുടുംബശ്രീയിലെ വിന്നറാണ്, മിമിക്രി വിന്നറാണ്. അതെ, മിമിക്രിയിൽ സ്റ്റേറ്റ് വിന്നറാണ് അമ്മ. സോ ഇവിടെ ഒരു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ അതിൽ അമ്മയ്ക്കൊരു ആദരവായിട്ട് വിളിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ മിമിക്രി പ്രാക്ടീസിന് വന്നു. പ്രാക്ടീസാണ്. പ്രബലമണി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു മിമിക്രി കൂടി നമുക്ക് ആസ്വദിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കടക്കാം. അവിടെ ഒരു ആൺപട്ടിയും പെൺപട്ടിയും ശൃംഗരിക്കുമ്പോൾ വേറൊരു പട്ടി കടന്നു വന്നു. അപ്പോൾ അടിപൊളി ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ? മൈക്കിൾ ജാക്സന്റെ ഒരു ഡേറ്റ് സോങ്. അന്യൻ എന്ന സിനിമയിലെ ഒരു ദൃശ്യമാണ്. കുട്ടിക്കാലത്ത് പേരിട്ടപ്പോ അറിഞ്ഞുകൊണ്ടിട്ട പേരാണ് പ്രബലാമണി. ഏറ്റവും പ്രബലയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു. തൻ്റെ അതിമനോഹരമായിട്ടുള്ള അനുകരണ കലാപ്രകടനം കൊണ്ട് കീഴടക്കിയ പ്രിയങ്കരിയായ ശ്രീമതി പ്രബലാമണി സംസ്ഥാന കുടുംബശ്രീ കലാമേളയിൽ ഫസ്റ്റ് പ്രൈസ് 1ാം സ്ഥാനം ലഭിച്ച നമ്മുടെ പ്രിയങ്കരിയായ പ്രബലാമണി അവരുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിന് സ്ഥാപകൻ രമേഷ്, ഉദ്ഘാടകൻ ഗണേഷ് കൈലാസ്ജി, മോഹനേതൻ എല്ലാവരെയും ചേർന്ന് മിമിക്രി പലരും അവതരിപ്പിക്കുന്നുണ്ട്, ഞാനും മിമിക്രി അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ പകർന്നാട്ടം കണ്ടില്ലേ, ഓരോ മൈക്കിൾ ജാക്സനൊക്കെ വരുമ്പോൾ മൈക്കിൾ ജാക്സനെ പോലെ തന്നെ ആ വേദിയിലിരിക്കുന്നവർ പിന്നെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, മുന്നിലിരിക്കുന്ന ആളുകൾ നോക്കുന്നില്ല. കാരണം പിന്നെ ആ കഥാപാത്രമായിട്ട് നിറഞ്ഞാടുകയാണ്. ആദ്യം ദൈവത്തോട് തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു അമ്മ എനിക്ക് കിട്ടിയതിലാണ്. നമ്മള് ഇപ്പം എല്ലാവരും പറയും പ്രായമായി, അവരുടെ സമയം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, അവരുടെ ജീവിതാന്തം പോയി. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞാനും ചിന്തിച്ചു നോക്കി. അമ്മയ്ക്ക്
ഇതൊരു സ്വപ്നം കണ്ടിട്ട് അത്രയും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം അത് നേടിയെടുക്കുമ്പോഴൊരു സന്തോഷം. വേദിയിലെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ ഇതിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ ഈ ദേവസാറ്റികളോടും ഗണേഷ് സാറിൻ്റെ ഇത് നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. ഇത്രയും ഇങ്ങനെയായിട്ട് നന്ദിയോടെ വേദിയാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. ആളുകളോട് ഇതിനാവില്ല എന്താ ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി പോണത് എൻ്റെ വീട് കൊടുമ്പിലാണ്. എൻ്റെ അമ്മേൻ്റെ അടുത്താണ് ഞാൻ ഇതുകൊണ്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവില്ല ആദ്യം സമ്മാനം വാങ്ങി അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അമ്മയുടെ അങ്ങോട്ടാ പോകുന്നത്, അമ്മൂമ്മയുടെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുകയാണ്. കിട്ടിയതാണ്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. എന്റെ ചേച്ചിയാണ് എല്ലാം എനിക്ക് എന്റെ ചേച്ചിയാണ്. അതുപോലെ തന്നെ എന്റെ ഏട്ടനാണ് ഞാൻ കൊടുക്കുന്നത്. ഫൈനലി ഞങ്ങളുടെ വീടെത്തിയിട്ട് തിരിച്ച് അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ കൊടുത്ത് സംഭവം അവസാനിപ്പിക്കാം. അച്ഛാ,